സുരേഷ് ഏട്ടൻ്റെ ഒരു മൂവിയാണ് ഒറ്റക്കൊമ്പൻ. ഒരുപാട് കാലങ്ങളായിട്ട് ഷൂട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഏകദേശം ഇപ്പോൾ ഒരു 125-130 ഡേയ്സിൻ്റെ ഷൂട്ട് കഴിഞ്ഞിട്ടുണ്ട്. പക്ഷേ ഇതുവരെ അതിൻ്റെ ക്ലൈമാക്സ് ഷൂട്ട് കഴിഞ്ഞിട്ടില്ല. അതുകൊണ്ട് തന്നെ സിനിമ കുറച്ച് ബാക്കിയുണ്ട്. അതിന് വേണ്ടിയിട്ട് സുരേഷ് ഏട്ടൻ്റെ അദ്ദേഹത്തിൻ്റെ ഒരു ഗെറ്റപ്പ്, വൈറ്റ് താടി, അതുപോലെ കട്ടി മീശ, അദ്ദേഹത്തിൻ്റെ ഒരു എന്താ പറയുക, ആ പഴയകാല ലേലം വാഴുന്നൂർ ആ രീതിയിലുള്ള ഒരു അച്ഛൻ കഥാപാത്രം, അതായത് ജീവിച്ചിരിക്കുന്ന ഒരാളെ കഥാപാത്രം, അതായത് കടുവാക്കുന്നൽ കുറുവച്ച എന്ന ആ ക്യാരക്ടർ വീണ്ടും തിരിച്ചു വരുന്നുണ്ട്. ഇതേ കഥാപാത്രം പൃഥ്വിരാജ് ചെയ്താണ് കടുവ എന്ന ചിത്രത്തിൽ അദ്ദേഹം ചെയ്തതാണ്. പക്ഷെ അത് നമുക്ക് അത്രത്തോളം ഒരു എഫക്റ്റീവ് അല്ല, കാരണം അദ്ദേഹത്തിൻ്റെ ബോഡി ലാംഗ്വേജും കാര്യങ്ങളും നമുക്ക് അത്രത്തോളം എഫക്റ്റീവായില്ല. പക്ഷെ സുരേഷ് ഏട്ടൻ്റെ ആ ഒരു അപ്പിയറൻസ് കാണുമ്പോൾ നമുക്കറിയാം ആ പഴയകാല ആ ഒരു പ്രൗഢിയുള്ള കടുവാക്കുന്നൽ കുറുവച്ചനാണ്. പക്ഷെ ഞാൻ പറയാൻ പോകുന്നത് എന്താ വെച്ചാൽ, ഈ സിനിമ നിർമ്മിക്കാൻ പോകുന്നത് ഗോകുലൻ ഗോപാലൻ, സിനിമയുടെ സംവിധായകൻ നവാഗതനായ മാത്യൂസ് തോമസ് ആണ്. ഈ സിനിമ ഒരു പക്ക കൊമേഴ്ഷ്യൽ ചിത്രം കൂടിയാണ്. ഇതിൽ നമ്മുടെ ലാലേട്ടൻ ഒരു ഗസ്റ്റ് റോളിൽ വരുന്നുണ്ട് എന്നുള്ളൊരു സംഭവം കേട്ടിരുന്നു. അതായത് പൃഥ്വിരാജിനെ പറഞ്ഞിട്ടുണ്ട്, ഈ കടുവാക്കുന്നൽ കുറുവച്ചനേക്കാൾ ഒരു പടി മുന്നിലുള്ള ഒരാളുണ്ട്, അദ്ദേഹത്തിൻ്റെ ഫാദർ. അപ്പോൾ ആ ഒരു ക്യാരക്ടറായിട്ട് ലാലേട്ടനെ പരിഗണിച്ചിരുന്നു. പക്ഷേ എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ സുരേഷ് ഏട്ടൻ ഈ കടുവാക്കുന്നൽ കുറുവച്ചൻ എന്ന ഈ ക്യാരക്ടർ ചെയ്യുമ്പോൾ ആ സിനിമ തുടക്കം മുതൽ അവസാനം വരെ അദ്ദേഹത്തോട് ഇങ്ങനെ ബിൽഡപ്പ് ചെയ്ത് കൊണ്ടുപോകുമ്പോൾ ഈ കടുവാക്കുന്നൽ കോരതുമാപ്പിള എന്ന ക്യാരക്ടർ അധികരിച്ച് വരുമ്പോൾ ആ സിനിമയുടെ മൊത്തം ടോട്ടാലിറ്റി ചിലപ്പോൾ അതൊരു വളരെ മോശമായിട്ട് ബാധിക്കും എന്നുള്ളൊരു സംഭവത്തിൽ ലാലേട്ടനെ അതിൽ നിന്നും മാറ്റിയിട്ടുണ്ട്. പിന്നെ മാത്രമല്ല, ഈ ഗോകുലം മൂവീസിൻ്റെ ഒരു ചിത്രം കൂടിയായിരുന്നു നമ്മുടെ ദിലീപേട്ടൻ്റെ ബബ്ബ. ഇതിലും ലാലേട്ടൻ ഒരു ഗസ്റ്റ് റോൾ ചെയ്തു. പക്ഷേ ആ സിനിമ വളരെ പരാജയപ്പെട്ടു. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് ഇങ്ങനെയുള്ള റോളൊന്നും അദ്ദേഹത്തിന് തല വെക്കാൻ വലിയൊരു താല്പര്യമില്ല. പക്ഷേ അദ്ദേഹം ഗോകുലം മൂവീസിൻ്റെ വേറെ ജയസൂര്യ നായകനാകുന്ന കത്തനാർ എന്ന ചിത്രത്തിൽ അദ്ദേഹം ഗസ്റ്റ് റോൾ വരുന്നുണ്ട്. പക്ഷേ ഈ ചിത്രത്തിന് അദ്ദേഹത്തെ മാറ്റിയിട്ടുണ്ട്. പകരം ആ റോളിൽ സഞ്ജയ് ദത്ത് വരുന്നതാണ് നമുക്ക് കിട്ടിയ റിപ്പോർട്ടും. എന്തായാലും വെയിറ്റ് ചെയ്യുക, കാരണം ഈ ഒരു സിനിമ പറയുമ്പോൾ നമ്മൾ ഒരുപാട് കാത്തിരിക്കും. കാരണം ഒരു തവണ മുടങ്ങിയിട്ട് വീണ്ടും അതൊരു റീസ്റ്റാർട്ട് ചെയ്ത് വന്ന ചിത്രമാണ്. പക്ഷെ ലാലേട്ടൻ ഇല്ല എന്ന് പറയുമ്പോൾ ഒരു വിഷമമുണ്ടെങ്കിൽ കൂടിയും, പക്ഷെ ആ ഒരു ക്യാരക്ടറിൻ്റെ, അതായത് സുരേഷിൻ്റെ ആ ക്യാരക്ടറിൻ്റെ പഞ്ച് കിട്ടണമെങ്കിൽ അവിടെ ലാലേട്ടൻ ഇല്ലാതിരിക്കുകയാണ് ഏറ്റവും ബെറ്റർ. എന്തായാലും ഡയറക്ടറുടെ ഒരു കറക്റ്റ് ഒരു നല്ല തീരുമാനം തന്നെ. കാരണം ചിലപ്പോൾ ലാലേട്ടൻ വരുമ്പോൾ ഈ കഥാപാത്രം ചിലപ്പോൾ ഒരു താഴ്ന്നു പോകാം. അതുകൊണ്ടാണ് ലാലേട്ടനെ മാറ്റിയുള്ളത്. എന്തായാലും ഇതിൻ്റെ കൂടുതൽ അപ്ഡേഷൻസ് അധികം വൈകാതെ വരും. ഇതിൻ്റെ മ്യൂസിക് ചെയ്യുന്നത് തെന്നിന്ത്യൻ മ്യൂസിക് ഡയറക്ടറായ തമനാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ മ്യൂസിക് നല്ല അടിപൊളിയാണ്. നമുക്ക് ഒരുപാട് പ്രതീക്ഷകളാണ്. എന്തായാലും വെയിറ്റ് ചെയ്യാം ഈ ഒറ്റ കൊമ്പൻ.